അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ തഫ്സീർ റൂഹുൽ ബയാനിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചരിത്രം, ഒരു സംഭവം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഹദ്ദാദ് എന്ന് പറയുന്നവരാൾ, അതായത് ഇരുമ്പ് പണി ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുതമായിരുന്നു. എത്ര ഇരുമ്പ് ചൂടാക്കിയാലും ആ ഇരുമ്പിനെ തൻ്റെ കൈ കൊണ്ട് അദ്ദേഹം പൊടിക്കുമായിരുന്നു. ഒന്നും ഒരു പോരലും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഏൽക്കുകയില്ല. എത്ര ചൂടാക്കിയ ഇരുമ്പാണെങ്കിലും അത് വേണ്ടതുപോലെ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് ശരിയാക്കുന്ന ഒരാളായിരുന്നു. ഇതെല്ലാവർക്കും അത്ഭുതമായിരുന്നു അദ്ദേഹത്തിനെ കണ്ടിട്ട്. അങ്ങനെ ഒരാൾ ഒരു ദിവസം അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല, നിങ്ങളെന്തേ ഇങ്ങനൊരു സ്ഥാനം, ഇങ്ങനൊരു പ്രത്യേകത നിങ്ങൾക്ക് കിട്ടാൻ എന്തെങ്കിലും ഒന്നും ഉണ്ടാകുമല്ലോ, എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടാകുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു കഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നത് അദ്ദേഹം പറയാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ എനിക്കൊരിഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ കുറേ കാലമായി അവളെ ഞാൻ ആഗ്രഹിച്ചു. ഹറാമിത്തിലൂടെ അവളെ ഉപയോഗിക്കണമെന്ന് കുറേ കാലമായി ഞാൻ ആഗ്രഹിച്ചു. ഞാനതൊക്കെ അവളോട് പറഞ്ഞപ്പോൾ അതൊന്നും അവൾ സമ്മതിച്ചില്ല. അങ്ങനെ അവസാനമായി അവളുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അവൾക്ക് കുറേ പ്രയാസങ്ങൾ, കുറേ ബുദ്ധിമുട്ടൊക്കെയും അവൾ നേരിടേണ്ടി വന്നു. അങ്ങനെ അവസാനമായി അവൾക്ക് എൻ്റെ മുമ്പിൽ വരേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് അവൾ പണം ചോദിച്ചു. എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ ബുദ്ധിമുട്ടിലാണ്, എന്തെങ്കിലും എന്നെ സഹായിക്കുമോ എന്ന് എൻ്റെ അടുക്കൽ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇപ്പോൾ തക്കം കിട്ടിയല്ലോ ഇവളെ ഉപയോഗിക്കാനെന്ന് പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു, അതെ, നീ ഉദ്ദേശിച്ചതൊക്കെ ഞാൻ തരണമെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് നിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. പാവം, അവൾ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, അവൾ അത്രമാത്രം കഷ്ടപ്പെട്ട് ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് കരുതി അവളത് സമ്മതിക്കുകയാണ്. അങ്ങനെ ഞാൻ അവളെ വീട്ടിൽ പോയി അവളുമായി ഹറാമിയത്തിലൂടെ ബന്ധപ്പെടാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുമ്പോഴും അവൾ വല്ലാത്ത പേടിയിലാണ്, വല്ലാത്ത മടിയിലാണ്. നല്ല റോബിനെ പേടിച്ചിരുന്നൊരു പെണ്ണാണ്. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, അല്ല, ഇനിയൊന്നും നമ്മളെ പേടിക്കേണ്ടതില്ലല്ലോ, നിന്റെ ഭർത്താവ് ഏതായാലുമില്ല, ഇനി എനിക്ക് ഭയപ്പെട്ട് നിനക്ക് ജീവിച്ചുകൂടെ എന്ന് അവളോട് പറഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞത്, അതൊക്കെ ശരിയാണ്, പക്ഷേ റബ്ബിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരില്ലേ, റബ്ബ് നമ്മെ നരകത്തിട്ട് ശിക്ഷിക്കില്ലേ എന്നുള്ളൊരു വാക്ക് ആ സമയത്ത് അവൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ വാക്ക് ധരിച്ചുപോയി. ഞാനത് ആ വാക്കിലൂടെ എൻ്റെ മനസ്സിലേക്ക് ഭയപ്പെട്ടുപോയി. ഞാൻ അതോടുകൂടെ അവളൊന്നും പോലും ഒരു സ്പർശിക്കൽ പോലും ചെയ്യാതെ ഞാൻ ഹറാമിയത്തുനിന്ന് വിട്ടുനിന്നു. നരകം പേടിച്ച് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഞാൻ വിട്ടുനിന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ശേഷം ഒരു ഹറാമിയത്തുമായിട്ടും അവളോട് ബന്ധം സ്ഥാപിക്കാതെ തന്നെ അവൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. ആ കാരണത്താലാണ് അതിൻ്റെ ശേഷം റബ്ബ് എനിക്ക് നൽകിയ ഒരു പ്രത്യേകതയാണ്, എത്ര ചൂടുള്ള ഇരുമ്പും ഞാൻ പൊടിച്ചാൽ അതെനിക്ക് പോരലേൽക്കില്ല. അത് അല്ലാഹു നൽകിയ, അത് നരകത്തിനെ പേടിച്ച് ഞാനത് ചെയ്തതിൻ്റെ പേരിൽ അല്ലാഹു നൽകിയതാണെന്ന് അദ്ദേഹം പറയുകയാണ്. നോക്ക്, അല്ലാഹു നൽകുന്ന സ്ഥാനം അത് കേവലം പരലോകത്ത് ആഖിറത്തിൽ മാത്രമല്ല, ഈ ഭൂമി ലോകത്ത് തന്നെ അല്ലാഹുവിന് വേണ്ടി നാം ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ദുനിയാവും റബ്ബിൻ്റെതാണല്ലോ, ഇത് ആരുടേതോ അല്ലല്ലോ, ആഖിറ മാത്രം റബ്ബിൻ്റെത് എന്നല്ലല്ലോ. ഈ ദുനിയാവിൽ പോലും അല്ലാഹു അതിനു വേണ്ടിയുള്ള എല്ലാ മഹത്വങ്ങളും, എല്ലാ ബറക്കത്തുകളും, എല്ലാ സ്ഥാനമാനങ്ങളും, എല്ലാ നിഅമത്തുകളും അല്ലാഹു നൽകുമെന്നതിന് വലിയ ഉദാഹരണമാണ് ഈ ചരിത്രം. മഹാന്മാരൊക്കെയും ധാരാളം കിതാബുകളിൽ ഇത് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നാം പഠിക്കേണ്ട പാഠം. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുക, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുക, തഖ്വയോടുകൂടി ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.